Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഡിഫറൻസിയേഷനിലെ പാർട്ട് 3 ആണ്. ഓക്കെ, ഡിഫറൻഷ്യൽസ് ഇതാണ് ഫസ്റ്റ് ടോപ്പിക്. If z is equal to f of xy is differentiable at x0 y0, then the total differential of z at x0 y0 is dz is equal to fx of x0 y0 dx plus fy of x0 y0 dy. Or വേറെ representation ആണ് dz is equal to fx of xy dx plus fy of xy dy. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, നന്നായി ക്ലിയർ ആയി പഠിച്ചു വെക്കുക. അതായത് z എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഓക്കെ, അത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇഫ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്, എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് z എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ദ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് z. അപ്പോൾ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് z എങ്ങനെ കണ്ടുപിടിക്കാം? അങ്ങനെ ടോട്ടൽ ഡിഫറൻഷ്യൽ പാർഷ്യൽ ആണ് ഡോ നമ്മൾ യൂസ് ചെയ്യുക. ഡി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡെറിവേറ്റീവ് എന്ന് പറയും. സോ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് z dz എന്തായിരിക്കും? നമുക്കറിയാം ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കും, അല്ല ഇൻ ടേംസ് ഓഫ് ഡി എക്സ് ആൻഡ് ഡി വൈ ആയിരിക്കും. അപ്പൊ എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, ഈ എഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, അത് ക്ലിയർ ആയിരിക്കണം. എഫ് എക്സും എഫ് വൈയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഇപ്പൊ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ? പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് വരിക. ആൻഡ് എഫ് വൈ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആയിരിക്കണം ആൻഡ് വൈസ് വേഴ്സ. അതേപോലെ നമുക്ക് വേറൊരു റെപ്രസെന്റേഷൻ ആണ്. ഇതിപ്പോ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിൽ, ഇപ്പൊ നോർമലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് വൈയിലല്ലേ, അപ്പോൾ എഫ് എക്സ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ ഡി വൈ, ഈ രണ്ട് ടേംസും വരും. ഇനി ഡി എക്സ് ആൻഡ് ഡി വൈ എന്തായിരിക്കും? ദേ ആർ ദ ഇൻക്രിമെന്റ് ഓഫ് ഡെൽറ്റ എക്സ് ആൻഡ് എൽഫ, അതായത് ഇൻക്രിമെന്റ്സ് ആണ്. എക്സിന്റെ ഇൻക്രിമെന്റ് ഇപ്പൊ നമ്മൾ ഡെൽറ്റ എക്സ് പറയില്ലേ, ഇതിനെ തന്നെയാണ് അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഡി എക്സ് എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ഇൻ എക്സ് ആണ്, ക്ലിയർ ആയോ? അപ്പൊ അതാണ് ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വൈയുടെ ആ ഒരു ചേഞ്ച്, അപ്പൊ അതിനെയാണ് പറയുന്നത് ഡി വൈ ആൻഡ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത്. ഇഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു, ഇനിയിപ്പോ നമ്മളിപ്പോ പറഞ്ഞത് എക്സ് വൈ രണ്ട് വേരിയബിൾസിന്റെ കേസിലാണ്. ഇനിയിപ്പോ 3 വേരിയബിൾസ് വരുമ്പോൾ എന്താ? എക്സ്ട്രാ വിത്ത് റെസ്പെക്ട് ടു z ആ ടേമും കൂടി ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. സോ ഇഫ് w is equal to f of xyz is differentiable at x0 y0 z0 കൂടി വരും. Then the total differential, ഇത് ഡിഫറൻഷ്യൽ എന്നുണ്ട്, ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് w at x0 y0 z0 എന്താ? dw is equal to ആകെ കൂടി ഒരു ചേഞ്ച് വരുന്നത് ലാസ്റ്റ് പോയിന്റ് ആഡ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് fx of x0 y0 z0 plus fy of x0 y0 z0 dy plus fz of x0 y0 z0 dz. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡ് സെപ്പറേറ്റ് ടേംസ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? അതേപോലെ ജനറൽ ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എഫ് എക്സ് ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ സെഡ് ഡി വൈ പ്ലസ് എഫ് സെഡ് ഓഫ് എക്സ് വൈ സെഡ് ഡി സെഡ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, എറർ എന്താണ്? ഓക്കെ, ഒരു ഫംഗ്ഷനിൽ ഇപ്പോൾ ഒരു എറർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എറർ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എറർ ഇസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ മൈനസ് അപ്രോക്സിമേറ്റ് വാല്യൂ. ആക്ച്വൽ വാല്യൂ പറയുമ്പോൾ എന്താ? ആ ഒരു ഫംഗ്ഷന്റെ എക്സാക്ട് വാല്യൂ ആയിരിക്കും. അപ്രോക്സിമേറ്റ് വാല്യൂ പറയുമ്പോൾ നമ്മൾ ഈ നോർമലി റൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഏകദേശം എത്ര വാല്യൂ എന്ന് പറയാറില്ലേ, അതാണ്, എക്സാക്ട് അല്ല. സോ ഈ രണ്ട് വാല്യൂസും തമ്മിലൊരു ഡിഫറൻസ്, അതായിരിക്കും എന്തായാലും എറർ എന്ന് പറയുന്നത്, അതല്ലേ? അപ്പൊ ഡെൽറ്റ എക്സ്, അതായത് ഇതാണ് എറർ എന്ന് പറയുന്നത്, ആക്ച്വൽ വാല്യൂ എക്സ് മൈനസ് അപ്രോക്സിമേറ്റ് വാല്യൂ എക്സ് നോട്ട്. ഇനി റിലേറ്റീവ് എറർ ഓർ പ്രൊപ്പോർഷണൽ എറർ. റിലേറ്റീവ് എറർ, അതായത് ഇപ്പൊ എറർ എന്താന്ന് പറഞ്ഞു. ഇനി റിലേറ്റീവ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ എറർ എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ നമുക്ക് കിട്ടിയ എറർ വാല്യൂ ഇല്ലേ, അത് ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ. ഓക്കെ, അതായത് മോഡുലസ് ഓഫ് ഡെൽറ്റ എക്സ് ബൈ എക്സ്. ക്ലിയർ ആയല്ലോ? മോഡുലസ് ഓഫ് ഡെൽറ്റ എക്സ് ബൈ എക്സ്. ഇനി പെർസെന്റേജ് എറർ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ റിലേറ്റീവ് എറർ കിട്ടിയില്ലേ, അത് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ഡയറക്ട്ലി എന്ത് കിട്ടും? പെർസെന്റേജ് എറർ കിട്ടും. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ഇൻറ്റു 100 ചെയ്യാം. സോ ഡെൽറ്റ എക്സ് ബൈ എക്സ് ആണ് നമ്മുടെ റിലേറ്റീവ് എറർ, അത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെന്റേജ് എറർ കിട്ടും. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. Find the differential dw of the function w is equal to x sin of yz. ഇപ്പൊ ഫംഗ്ഷൻ ഇൻ 2 വേരിയബിൾസ് ആണ് തന്നിരിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള ഇക്വേഷൻ എഴുതിയാൽ മതി. എക്സ് ആൻഡ് വൈയുടെ ടേംസിൽ 3 വേരിയബിൾസ് ആണെങ്കിൽ എക്സ് വൈ സെഡ് ടേംസിലുള്ള ഇക്വേഷൻ എഴുതണം. ഇപ്പൊ ഡി ഡബ്ല്യു നമുക്കറിയാം എഫ് എക്സ്, അതായത് ഇത് നമ്മുടെ ടോട്ടൽ ഡിഫറൻഷ്യൽ നമ്മൾ പറഞ്ഞില്ലേ, ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു, ഇവിടെ ഇപ്പൊ 3 വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും സെഡും. സോ എഫ് എക്സ് എഫ് വൈ എഫ് സെഡ് എല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് എഫ് എക്സ് ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എഫ് വൈ എക്സ് വൈ സെഡ് ഇൻറ്റു, ഇവിടെ ഓരോ ടേംസ് ഉണ്ട് കേട്ടോ, ഡി വൈ ഉണ്ട്, ഡി വൈ ആൻഡ് ഇവിടെ ലാസ്റ്റ് വൺ dz ഉണ്ട്. സോ fy of xyz into dy plus
എഫ് സെഡ് ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ഡി സെഡ്. അപ്പോൾ ഓരോ ടേംസും ഈ എഫ് എക്സ് നമുക്കറിയാലോ, നമ്മൾ എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എഫ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് സൈൻ വൈ സെഡ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ സൈൻ വൈ സെഡ് കോൺസ്റ്റന്റ് അല്ലേ, കാരണം വൈൻ്റെയും സെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. സോ സൈൻ വൈ സെഡ് മാറ്റി എഴുതാം. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് സൈൻ വൈ സെഡ് ഇൻറ്റു എന്ത് എഴുതാൻ പറ്റും, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആണ്. ഡെറിവേറ്റീവ് എക്സ് എന്താ 1 അല്ലേ, സോ സൈൻ വൈ സെഡ് ആണ് ഫസ്റ്റ് വരിക. പിന്നെ ഡി എക്സ് അങ്ങനെ തന്നെ നമ്മൾ എടുത്തെഴുതി. ക്ലിയർ ആയാലും, അത് എടുത്തെഴുതാൻ മറക്കരുത്. അപ്പൊ സൈൻ വൈ സെഡ് ഡി എക്സ് പ്ലസ് അടുത്ത ടേം എന്താ, എഫ് വൈ ഓഫ് എക്സ് വൈ സെഡ്. എഫ് വൈ പറയുമ്പോൾ ഈ എക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും, അപ്പൊ എക്സ് മാറ്റി എഴുതാം. എക്സ് ഇൻറ്റു സൈൻ വൈ സെഡ്, കാരണം സൈൻ ഓഫ് വൈ സെഡ് പറയുമ്പോൾ സൈൻ ഫംഗ്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പൊ കോസ് വരും. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് അല്ലേ, കോസ് ഓഫ് വൈ സെഡ് അങ്ങനെ തന്നെ എഴുതി. ഇനി ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. വൈ സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എന്താണ്, വൈ ആണ്. അപ്പൊ നമുക്കറിയാം സെഡ് ആണ് അല്ലെ. വൈ സെഡിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ സെഡ് കോൺസ്റ്റന്റ് ആണ്, വൈയുടെ ഡെറിവേറ്റീവ് 1. സോ ഇവിടെ എക്സ് ഇൻറ്റു സെഡ് ഇൻറ്റു കോസ് സെഡ് വൈ സെഡ് വരും. ക്ലിയർ ആയോ, അതാണ് എക്സ് ഇൻറ്റു സെഡ് ഇൻറ്റു കോസ് വൈ സെഡ് ഡി വൈ അങ്ങനെ തന്നെ എഴുതി. അതേപോലെ ലാസ്റ്റ് ടേം എങ്ങനെ വരാം, എഫ് സെഡ് ഓഫ് എക്സ് വൈ സെഡ് ഡി സെഡ്. ഇവിടെ അഗെയിൻ എക്സ് സൈൻ വൈ സെഡില് എഫ് സെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സ് കോൺസ്റ്റന്റ് നമ്മൾ ആദ്യമേ പുറത്തെടുത്ത് എഴുതി. ഇനി സെഡിനെ സൈൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എന്നത് കോസ് വൈ സെഡ് ഇൻറ്റു ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് വൈ സെഡ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ്, അപ്പൊ വൈ വരും. അപ്പോൾ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു കോസ് വൈ സെഡ് ഇൻറ്റു ഡി സെഡ്. ഫൈനലി ഇത് ജസ്റ്റ് ആ എക്സും സെഡും എക്സും വൈ ഒക്കെ കോഎഫിഷ്യൻസ് ആയിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതി, അത്രയേ ഉള്ളൂ. സൈൻ വൈ സെഡ് ഡി എക്സ് പ്ലസ് എക്സ് സെഡ് കോസ് വൈ സെഡ് ഡി വൈ പ്ലസ് എക്സ് വൈ കോസ് വൈ സെഡ് ഡി സെഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ അതിൽ ജസ്റ്റ് ആ കംപ്ലീറ്റ് ടോട്ടൽ ഡിഫറൻഷ്യനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അത് നമ്മൾ ചെയ്തു. Next one, the length and width of a rectangle are measured with errors of almost 3% and 4% respectively. അതായത് ലെങ്ത്തിൽ 3%ഉം വിഡ്ത്തിൽ 4%ഉം. ഓക്കെ, അപ്പോൾ എറേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. യൂസ് ഡിഫറൻഷ്യൽസ് ടു അപ്രോക്സിമേറ്റ് ദ മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ ദ കാൽക്കുലേറ്റഡ് ഏരിയ. അപ്പൊ നമ്മുടെ അടുത്ത് മാക്സിമം പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയയിൽ വരുന്ന ആ ഒരു മാക്സിമം പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കണം. സോ നമ്മളിവിടെ എക്സും വൈയും, എക്സിനെ നമ്മൾ ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുക, വൈനെ വിഡ്ത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ. അപ്പൊ ഏരിയ ഓഫ് റെക്ടാങ്കിൾ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയില്ലേ. സോ എക്സ് ഇൻറ്റു വൈ, നമ്മൾ എക്സും വൈ ആണ് ലെങ്ത്തും വിഡ്ത്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്, എക്സ് ഇൻറ്റു വൈ ആണ് ഏരിയ എന്ന് പറയുന്നത്. ഇനി അപ്പൊ എ ആണ് നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ. സാധാരണ നമ്മൾ എഫ് എടുക്കാറില്ലേ, അപ്പൊ എ ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി എയിൽ വരുന്ന ആ ടോട്ടൽ മാക്സിമം പെർസെൻറ്റേജ് എറർ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് എ എന്താ വരിക, ഡി എ. നമുക്ക് നേരത്തെ ഡി ഇപ്പൊ ഡബ്ല്യു ആണ് ഫംഗ്ഷൻ എങ്കിൽ ഡബ്ല്യു, ഇവിടെ ഇപ്പൊ എ ആണ് ഫംഗ്ഷൻ, കാരണം ഏരിയയിലാണ് എറർ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. സോ എ ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. അപ്പൊ കംപ്ലീറ്റ് ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് എ എടുക്കണം, ദാറ്റ് ഈസ് ഡി എ. ഡി എ പറയുന്നത് എന്താ, എക്സും വൈ അല്ല ഇവിടെ അൺനോൺസ്, അപ്പോൾ എഫ് എക്സ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ ഡി വൈ. ഇനി എഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എയിലത്തെ ആണ്. എ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് വൈ ആണ് അല്ലെ. അപ്പൊ എക്സ് വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് എന്ത് വരും, വൈ. ഓക്കെ, ബാക്കി ഡി എക്സ് അങ്ങനെ എടുത്ത് എഴുതി, കാരണം എക്സ് എന്ന് പറയുന്നത് അപ്പൊ എന്താ, വൈ കോൺസ്റ്റന്റ് ആണ്, വൈ മാറ്റി എഴുതി, എക്സിന്റെ ഡെറിവേറ്റീവ് 1. അതേപോലെ അടുത്തത് എഫ് വൈ എങ്ങനെ വരും, അതായത് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ എന്ത് വരും, എക്സ് കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് വൈ എന്താ 1. അപ്പൊ എക്സ് ഇൻറ്റു ഡി വൈ അങ്ങനെ തന്നെ എഴുതി. ക്ലിയർ ആയല്ലോ. ഇപ്പൊ വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഇതാണ് കിട്ടിയത്. ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇവിടെ മാക്സിമം പെർസെൻറ്റേജ് എറർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഡി എ ബൈ എ കാണാം, അതായത് റിലേറ്റീവ് എറർ ഇൻറ്റു 100 അല്ലെ. റിലേറ്റീവ് എറർ ഇൻറ്റു 100 ആണ് നമ്മുടെ മാക്സിമം പെർസെൻറ്റേജ്, അതായത് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. ഈ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ടോട്ടൽ ഡിഫറൻഷ്യൽ ഇല്ലേ, ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ, അതായത് ഡി എ ഡിവൈഡഡ് ബൈ എ. ക്ലിയർ ആയല്ലോ, ഡി എ ഡിവൈഡഡ് ബൈ എ. അപ്പൊ വൈ നമ്മൾ നേരത്തെ പ്രീവിയസ് ഇതില് എങ്ങനെയാണ് എറർ കാൽക്കുലേഷൻ ഫോർമുലയൊക്കെ പഠിച്ചു അല്ലെ. അപ്പോൾ റിലേറ്റീവ് എറർ എന്ന സെക്കൻഡ് ഫോർമുല, അപ്പൊ അതിൽ ഡി എ ബൈ എ കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ഇൻറ്റു 100 ചെയ്തിട്ട് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ. അപ്പൊ ഡി എ ബൈ എ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിയത്, ഇതൊന്ന് എറേസ് ചെയ്തോട്ടെ. ഇപ്പൊ ഡി എ ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പൊ ഡി എ അല്ലെ. ഇത് ബൈ എ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LHS ൽ ഇത് ബൈ എ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ് ശരിക്കും,
ഇവിടെ റൈറ്റ് സൈഡിൽ RHSലെ ഓരോ ടേംസിനെയും ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ. ഈ ആക്ച്വൽ വാല്യൂ a ആണ് അല്ലെ. a is equal to എന്താ xy ആണെന്ന് നമുക്ക് അറിയാം, തന്നിട്ടുണ്ടല്ലോ. തന്നിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ നമുക്ക് xy ആണെന്ന് അറിയാം, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. സോ റൈറ്റ് സൈഡിലെയും ഓരോ ഫംഗ്ഷൻസിനെ ഡിവൈഡഡ് ബൈ a, അതായത് ഡിവൈഡഡ് ബൈ xy ആയിട്ട് ചെയ്യണം. ക്ലിയർ ആയില്ല? അപ്പൊ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് y dx ആണ്. അപ്പൊ y ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xy ഇൻറ്റു dx അങ്ങനെ തന്നെ എഴുതി. അടുത്തത് അതേപോലെ x ആണ്, x ഡിവൈഡഡ് ബൈ xy, a അല്ല xy ഇൻറ്റു dy അങ്ങനെ തന്നെ എഴുതി. അപ്പൊ ഇതിൽ y ക്യാൻസൽ ചെയ്തു, അപ്പൊ dx ബൈ x കിട്ടും. ഇവിടെ xും xും ക്യാൻസൽ ചെയ്താൽ dy ബൈ y കിട്ടും. സോ dx ബൈ x പ്ലസ് dy ബൈ y, ഇതാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ dA ബൈ a. ഇനി റിലേറ്റീവ് എറർ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ റിലേറ്റീവ് എറർ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. അതായത് മോഡുലസ് ഓഫ്, നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ മോഡുലസ് വാല്യൂ ആണ് എടുക്കുക. സോ മോഡുലസ് ഓഫ് ഡെൽറ്റ a ബൈ a, ഇതിനെ തന്നെയാണ് നമ്മൾ നോർമലി അപ്രോക്സിമേറ്റ് ഡി എ ബൈ എ ഡിഫറൻഷ്യൽ പറയുന്നത്. dA ബൈ a ആ ചേഞ്ച് ഇൻ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി given that modulus of delta x by x is approximately equal to modulus of dx by x, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഡെൽറ്റ ഉദ്ദേശിക്കുന്നത് d ആണ്. So modulus of dx by x ആണ്. This is less than or equal to 0.03. അതായത് ഇത് മാക്സിമം എറർ ആണ് 3%. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് x എന്ന് പറയുന്നത് നമ്മൾ ലെങ്ത് ആയിട്ട് എടുത്തു. അപ്പൊ ലെങ്ത്തിൽ വരുന്ന മാക്സിമം പെർസെന്റേജ് എറർ എന്ന് പറയുന്നത് 3% ആണ്. അതിന്റെ മീനിങ് എന്താ? ഈ മാക്സിമം എറർ ഉദ്ദേശിക്കുന്നത് എന്താ? ഒന്നെങ്കിൽ ഈക്വൽ ടു 3% എറർ ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ 3% എറർ ആയിരിക്കും അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നെടുക്കാൻ കാരണം. സോ ഈ മോഡുലസ് ഓഫ് dx ബൈ dx എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.03 ആണ്. 3% പറഞ്ഞാൽ 3/100 അല്ലേ, അതായത് 0.03. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് dx ബൈ എക്സ്, മോഡുലസ് ഓഫ് dx ബൈ എക്സ്, അതായത് മോഡുലസ് ഓഫ് ഡെൽറ്റ എക്സ് ബൈ എക്സ്, ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. ക്ലിയർ ആയോ? അതായത് ചേഞ്ച് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ വേരിയബിൾ. ഇപ്പൊ വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ആണ്. ലെങ്ത് ഓഫ് ദ റെക്ടാംഗിളിന്റെ വേരിയേഷൻ ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ ഇൻ ലെങ്ത്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.03 ആണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മാക്സിമം എറർ നമ്മുടെ ലെങ്ത്തിൽ വന്നിട്ടുള്ള 3% ആണ്. സോ 3% ഒന്നെങ്കിൽ 3% ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.03. 0.03 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3% പറഞ്ഞാൽ 3/100 ആണ്. 3/100 എന്ന് പറയുന്നത് 0.03 ആണ്. അതേപോലെ നമുക്ക് വിഡ്ത്തിന്റെ കേസിൽ എഴുതി കൂടെ മോഡുലസ് ഓഫ് ഡെൽറ്റ y ബൈ y which is approximately equal to modulus of dy by y. ഇതെന്താണ്? ലെസ് ദാൻ ഈക്വൽ ടു 4% തന്നിരിക്കുന്നത്. 4% പറയുന്നത് എന്താ? 0.04. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഏരിയയിലെ ഈ ചേഞ്ച് എന്ന് പറയുന്നത് എന്താ? അപ്പോ മോഡുലസ് ഓഫ് ഡെൽറ്റ a ബൈ a എന്ന് പറയുന്നത് എന്താ? ഈ രണ്ടിന്റെ എറേഴ്സിന്റെയും സം അല്ലെ, അതിനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. കാരണം മനസ്സിലായില്ല, നമ്മളിപ്പോ എപ്പോഴും എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വേരിയബിളും, ഇപ്പൊ a എന്ന് പറയുന്നത് എക്സിനെയും വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സിൽ വരുന്ന എററും വൈയിൽ വരുന്ന എററും നമ്മൾ ആഡ് ചെയ്യണം ഫൈനലി, എങ്കിൽ മാത്രം നമുക്ക് ഫൈനൽ എറർ എത്രയാണെന്ന് വന്നിട്ടില്ല കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ എക്സിൽ വരുന്ന എറർ ആണ് ഡെൽറ്റ എക്സ് ബൈ എക്സ് മോഡുലസ് ഓഫ്. ഇനി മോഡുലസ് ഓഫ് ഡെൽറ്റ വൈ ബൈ വൈ എന്ന് പറയുന്നത് വൈയിൽ, അതായത് വിഡ്ത്തിൽ വരുന്ന എറർ ആണ്. ഈ രണ്ടിന്റെയും എറേഴ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ 0.03 പ്ലസ് 0.04 എന്ന് പറയുന്നത് 0.07 ആണ്. ഇനി ഒരു കാര്യമുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെ, അതായത് മാക്സിമം 0.07 ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ വാല്യൂ ആയിരിക്കും. ഇനി നമുക്ക് പെർസെന്റേജ് എറർ കാണാം. ഇതിപ്പോ കിട്ടിയത് റിലേറ്റീവ് എറർ ആണ് 0.07. റിലേറ്റീവ് എറർ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് പെർസെന്റേജ് എറർ കിട്ടില്ലേ? അപ്പോ മോഡുലസ് ഓഫ് dA ബൈ a ഇൻറ്റു 100 എന്ന് പറയുന്നത് 0.07 ഇൻറ്റു 100, ദാറ്റ് ഇസ് 7% ആണ് പെർസെന്റേജ് എറർ ഇൻ ഏരിയ. Next question, the period t of a simple pendulum with small oscillations is calculated by the formula t is equal to 2 pi into root of L by G. Okay, ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ്, ഓക്കെ ടൈം പീരീഡ് t എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ t വെച്ചിട്ടാണല്ലോ, അതായത് ഈ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടാണ് ഓസിലേഷൻസ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന്റെ ടൈം പീരീഡ് t 2 pi into root of L by G ഈ ഫോർമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. വേർ L എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദ പെൻഡുലം. G എന്ന് പറയുന്നത് നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സപ്പോസ് ദാറ്റ് മെഷേർഡ് വാല്യൂസ് ഓഫ് L and G ഹാവ് എറേഴ്സ് of almost 0.5% and 0.1%. ഇതിന്റെ മീനിങ് എന്താ? L വന്നിരിക്കുന്ന മാക്സിമം എറർ 0.5%ഉം പിന്നെ Gയിൽ വന്നിരിക്കുന്ന മാക്സിമം എറർ എന്ന് പറയുന്നത് 0.1% ആണ്. ക്ലിയർ ആയല്ലോ? നേരത്തെ ലെങ്ത് ആൻഡ് വിഡ്ത്തിൽ 3% 4% പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെ
എല്ലിൽ 0.5%, ജിയിൽ 0.1% ആണ് മാക്സിമം വന്നിരിക്കുന്ന എറേഴ്സ്. ഇനി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് യൂസ് ഡിഫറൻഷ്യൽസ് ടു approximate the maximum percentage error calculated in the value of t. അപ്പോൾ നമുക്കറിയാം t കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എറേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന മാക്സിമം എറർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ t നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇവിടെ t ആണ് അല്ലെ. t is equal to 2pi into root of L by G. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഓസിലേഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലാണ് എറർ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിന്റെ എടുക്കണം? ടിയുടെ എടുക്കണം അല്ലെ. അതിലല്ല എറർ വന്നിരിക്കുന്നത്. സോ dt is equal to ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ f വിത്ത് റെസ്പെക്ട് ടു എന്താ വരിക? എക്സിനും വൈക്കും പകരം നമ്മൾ ഇവിടെ എന്തെടുത്താൽ മതി? എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലും വൈ എന്ന് പറയുന്നത് ജി ആയിട്ടും കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയോ? വേരിയബിൾസ് എല്ലാത്തിനും സെയിം ആയിരിക്കില്ല, നമ്മൾ അതനുസരിച്ച് ചേഞ്ച് ചെയ്യണം ഫോർമുല. അപ്പോൾ എഫ് എൽ ഓഫ് എൽ ജി, ഇവിടെ എല്ലും ജി ആണ്, എക്സും വൈ എന്ന് പറയുന്നത്, ഡി എൽ പ്ലസ് എഫ് ജി ഓഫ് എൽ ജി ഇൻറ്റു ഡി ജി. ഇനി ഇതേപോലെ എഫ് എൽ എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ജി എങ്ങനെയാ കണ്ടുപിടിക്കാം? എഫ് എൽ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് 2pi into root of L by G with respect to L ആണ്. അപ്പൊ നമുക്കറിയാം with respect to L ആയതുകൊണ്ട് 2pi divided by root G കോൺസ്റ്റന്റ് അല്ലേ. ബാക്കി L നെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. റൂട്ട് L ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/2 റൂട്ട് എക്സ് ആണ്. അതെങ്ങനെ വന്നതെന്ന് അറിയാലോ. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു ഹാഫ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു ഹാഫ് എന്താ? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1, അതായത് ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ് മൈനസ് 1. ഈ ഹാഫ് മൈനസ് 1 എന്താ? മൈനസ് ഹാഫ് ആണ് അല്ലെ. അപ്പോ എക്സ് റേസ് ടു മൈനസ് ഹാഫ് താഴെ പോയാൽ എന്താ? എക്സ് റേസ് ടു ഹാഫ് താഴെ വരും. എക്സ് റേസ് ടു ഹാഫ് താഴെ പറയുന്നത് എന്താ? 1/√x വരും. ക്ലിയർ ആയോ? ഇനി ഓൾറെഡി അവിടെ 1/2 ഉണ്ട്, അപ്പോൾ 1/2 റൂട്ട് എക്സ് വരും. ഓക്കെ, സോ 2pi/√g ഇൻറ്റു എന്ത് വരും? 1/2 റൂട്ട്, ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൽ ആണ്, എക്സിന് പകരം എൽ ആണ്. ക്ലിയർ ആയല്ലോ? അതാണ് ഫസ്റ്റ് ടേം എഴുതിയിരിക്കുന്നത്. ഇൻറ്റു ഡി എൽ അങ്ങനെ തന്നെ എഴുതി. ഈ ഡി എല്ലും ഡി ജിയും അതൊന്നും എടുത്തെഴുതാൻ മറക്കരുത്. 2pi/√g ഇൻറ്റു 1/2 റൂട്ട് എൽ ഡി എൽ, അതായത് റൂട്ട് എക്സിന്റെ അല്ലെങ്കിൽ റൂട്ട് എല്ലിന്റെ 1/2 റൂട്ട് എൽ ആണ് ഡെറിവേറ്റീവ് വരും. ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. 2pi/√g നമ്മൾ പുറത്ത് എഴുതിയിട്ടാണ് റൂട്ട് എല്ലിന്റെ 1/2 റൂട്ട് എൽ എഴുതിയത്. ഇനി നെക്സ്റ്റ് ടേമിന്റെ എങ്ങനെ വരിക? സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് ഇതേപോലെ എഫ് ജി ഓഫ് എൽ ജി ആണ് അല്ലെ. എഫ് ജി വിത്ത് റെസ്പെക്ട് ടു ജി പാർഷ്യൽ ഡെറിവേറ്റീവ് കാണണം. എല്ല് കോൺസ്റ്റന്റ് ആക്കി വെക്കണം. സോ ഇവിടെ എല്ല് കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 2pi√L കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇനി 1/√gയുടെ ഡെറിവേറ്റീവ് കാണണം. അതായത് ഡോ ബൈ ഡോ, ഇവിടെ ഇപ്പോൾ വരുന്നത് ജി ആണ് അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ജി ആണ്. നമുക്ക് 1/√gയുടെ ആണ് കാണേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ 1/√g എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ജി റേസ് ടു മൈനസ് ഹാഫ് അല്ല മുകളിലേക്ക് വരാം. റൂട്ട് ജി 1/√g പറഞ്ഞാൽ ജി റേസ് ടു മൈനസ് ഹാഫ്. അതിന്റെ ഡെറിവേറ്റീവ് എന്താ പറയാ? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1, അതായത് മൈനസ് 1/2 ഇൻറ്റു ജി റേസ് ടു മൈനസ് 1/2 മൈനസ് 1. ഈ മൈനസ് 1/2 മൈനസ് 1 എന്താ? മൈനസ് 3/2. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മൈനസ് ഹാഫ് ഇൻറ്റു ജി റേസ് ടു മൈനസ് 3/2. ക്ലിയർ ആയല്ലോ? ഇൻറ്റു ഡി ജി അങ്ങനെ തന്നെ എഴുതി. ഇനി ഇതിന് ജസ്റ്റ് ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ്. ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യുക. 2ഉം ക്യാൻസൽ ആയി. അഗെയിൻ pi ഡിവൈഡഡ് ബൈ റൂട്ട് ജി ഇൻറ്റു റൂട്ട് എൽ എന്ന് പറഞ്ഞാൽ റൂട്ട് എൽ ജി ആണ് അല്ലെ. സോ pi ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൽ ജി ഇൻറ്റു ഡി എൽ. അത് ഫസ്റ്റ് ടേം കിട്ടി. സെക്കൻഡ് ടേം എങ്ങനെ എഴുതാം? അഗെയിൻ ഇവിടെ 2ഉം ക്യാൻസൽ ആയി. ആൻഡ് pi റൂട്ട് എൽ മുകളിൽ അങ്ങനെ തന്നെ എഴുതി. ഇനി താഴത്തെ ജി റേസ് ടു 3/2 താഴെ പോയാൽ പ്ലസ് ആവില്ലേ? 1/g റേസ് ടു 3/2. ഈ ജി റേസ് ടു 3/2 എന്ന് പറയുന്നത് എന്താ? ജി ഇൻറ്റു റൂട്ട് ജി ആണ്. ക്ലിയർ ആയല്ലോ? ജി ഇൻറ്റു റൂട്ട് ജി ആണ്. ഇനി നമുക്ക് ഇതില് തന്നിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അപ്രോക്സിമേറ്റ് ദ മാക്സിമം പെർസെന്റേജ് എറർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ dt/t നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാൻ ആദ്യം റിലേറ്റീവ് എറർ കാണണം അല്ലെ. അതായത് നമ്മൾ ടോട്ടൽ ഡിഫറൻഷ്യൽ കാണില്ലേ, അത് ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ കാണണം. അതാണ് റിലേറ്റീവ് എറർ. അത് ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന പെർസെന്റേജ് എറർ. സോ dt നമുക്ക് കിട്ടി. ഇനി ഡിവൈഡഡ് ബൈ t ചെയ്യണം. നേരത്തെ ചെയ്ത സെയിം പ്രോസസ് തന്നെ. t പറയുമ്പോൾ 2pi√L/g ആണ് നമുക്കറിയാം. അപ്പോൾ LHS ബൈ ടി ഉദ്ദേശിക്കുന്നത് എന്താ? RHS ഓരോ ടേംസ് ഡിവൈഡഡ് ബൈ ടി ആണ്. ടി പറഞ്ഞു കഴിഞ്ഞാൽ 2pi/√L/g ആണ്. സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇപ്പൊ ഇവിടെ പൈ, ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇവിടെ എടുത്ത് എഴുതിയെന്ന് മാത്രം. അതായത് താഴെ 2pi × √L/g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് റെസിപ്രോക്കൽ ആയിട്ട് എഴുതിക്കൂടെ, അതായത് a by b by c by d എന്ന് ഉദ്ദേശിക്കുന്നത് a by b into d by c ആണ് അല്ലെ, d by c ആണ്. സോ അതേപോലെ ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത് ഈ ന്യൂമറേറ്റർ ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ഡിനോമിനേറ്റർ 1 by അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചേഞ്ചസ് വരുത്തിയില്ല. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും, ഒന്നും മിസ് ഔട്ട് ചെയ്യില്ല ടേംസും കാര്യങ്ങളൊന്നും. പൈ പൈ ക്യാൻസലായി, റൂട്ട് ജി ക്യാൻസലായി. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്താ, റൂട്ട് എൽ ഇൻറ്റു റൂട്ട് എൽ എന്താ, റൂട്ട് എൽ ഹോൾ സ്ക്വയർ, അതായത് എൽ. സോ 1/2l dl കിട്ടി. ഇനി സെക്കൻഡ് കേസിൽ റൂട്ട് ജി ക്യാൻസലായി. ഇപ്പൊ മനസ്സിലായോ, ജി റേസ് ടു നമ്മൾ 3/2നെ ജി റൂട്ട് ജി എന്ന് എഴുതാൻ കാരണം എന്താ, റൂട്ട് ജി അതായത് ക്യാൻസലേഷൻസ് എളുപ്പമാവും. സോ റൂട്ട് ജി ക്യാൻസലായി. ഇനി റൂട്ട് എൽ ക്യാൻസലായി. ദെൻ പൈയും ക്യാൻസലായി. അപ്പൊ ആകെ കൂടി വരുന്നത് ഇവിടെ ഒരു ജി ഉണ്ട്, 1/2g ഇൻറ്റു ഡി ജി. ഓക്കെ, അപ്പൊ കിട്ടിയത് 1/2l dl മൈനസ് 1/2g dg. ഇനി നമുക്കറിയാം എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വാല്യൂ നമുക്ക് പെർസെൻറ്റേജസ് തന്നിട്ടുള്ളത് 0.5%. ഇതെന്ന് പറയുന്നത് എല്ലിൽ വരുന്ന എറർ ആണ് കേട്ടോ. 0.5% എന്ന് പറയുമ്പോൾ 0.5/100 വരും. 0.5/100 എന്ന് പറയുന്നത് എന്താ, 0.005. ക്ലിയർ ആയിട്ട് എഴുതുക, അതായത് 0.5% ആയതുകൊണ്ടാണ് 0.005. നേരത്തെ പെർസെന്റ് 3%, 4% എന്നൊക്കെ തന്നപ്പോൾ ആകെ കൂടി ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പ്ലേസസ് ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ 3 പ്ലേസസ് ആണ്. ഒരു പോയിന്റ് വാല്യൂ തെറ്റിയാൽ തന്നെ കംപ്ലീറ്റ് ആൻസറും തെറ്റിപ്പോവും. സോ അതേപോലെ നമുക്ക് ഈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു dl by l എന്ന് പറയുന്നത് എന്താ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.005 ആണ്. അതേപോലെ മോഡുലസ് ഓഫ് ഡെൽറ്റ g by g അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു dg by g ആണെന്ന് നമുക്കറിയാം അല്ലെ, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് 0.1% ആണ് തന്നിരിക്കുന്നത്. സോ 0.001. ഇനി മോഡുലസ് ഓഫ് ഡെൽറ്റ t by t, ഇതാണ് നമ്മുടെ ഫൈനലി എറർ കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ t by t. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ എക്സ്പ്രഷൻ ഇല്ലേ, ഹാഫ് 1/2l ഇൻറ്റു dl മൈനസ് 1/2g ഇൻറ്റു dg ആണ് നേരത്തെ കിട്ടിയ എക്സ്പ്രഷൻ അല്ലെ. അപ്പൊ ഇതില് 1/2 എന്ന് പറയുന്ന ടേം കോമൺ ആണ്, അത് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് മോഡുലസ് ഓഫ്, ക്ലിയർ ആയി. അപ്പൊ ബാക്കിയെല്ലാം dl by l ഉം പിന്നെ ഈ 2 പുറത്തേക്ക് എടുത്തു. സോ dl by l മൈനസ് dg by g വരും. ക്ലിയർ ആയല്ലോ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രീവിയസ് സ്റ്റെപ്പിൽ നിന്ന്, പ്രീവിയസ് നമുക്ക് ഫൈനലി കിട്ടിയ എക്സ്പ്രഷൻ അല്ലേ, ആ എക്സ്പ്രഷനിൽ നിന്ന് ഹാഫ് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് dl പറയുന്നത് എന്താ, ഡെൽറ്റ എൽ ആണ്. അപ്പൊ ഡെൽറ്റ എൽ ബൈ എൽ മൈനസ് ഡെൽറ്റ ജി ബൈ ജി. അതായത് ഇതെന്ന് പറയുന്നത് എന്താ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കാരണം നമ്മൾ ഇനി ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം അല്ലെ, ഈ പെർസെൻറ്റേജ് എറേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. പെർസെൻറ്റേജ് എറർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇക്വാളിറ്റിനെ നമ്മൾ എങ്ങനെ എഴുതണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതണം. ഓക്കെ, എങ്കിൽ മാത്രമേ അത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. സോ നമ്മൾ എപ്പോഴാണ് പെർസെൻറ്റേജ് എറർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണേ, അപ്പോൾ അതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതണം. ഇനി ഡെൽറ്റ എൽ ബൈ എൽ നമ്മൾ നേരത്തെ എഴുതിയില്ലേ, ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന dl by l ഇല്ലേ, അതിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതേപോലെ ഇവിടെ ഡെൽറ്റ ജി ബൈ ജിക്ക് 0.001 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇനി മോഡുലസ് വാല്യൂ ആണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ ആക്ച്വലി പ്ലസ് എന്നുള്ള വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് അല്ല, നമ്മൾ മാക്സിമം പെർസെൻറ്റേജ് എറർ ആണ്. സോ മോഡുലസ് വാല്യൂ ആണ്, അപ്പൊ പ്ലസ് എന്നുള്ള കേസ് കൺസിഡർ ചെയ്തു. 0.005 പ്ലസ് 0.001. ഓക്കെ, അപ്പൊ ഹാഫ് ഓഫ് ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് 0.003 കിട്ടും. അപ്പൊ നമുക്ക് മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ ടി വന്നിരിക്കുന്നത് എന്താണ്, 0.003. ഇതിനിപ്പോ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, ജസ്റ്റ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 0.003 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 0.3% എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. എന്താണ് ഈ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ? ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ചെയ്യാൻ പറ്റും? ഈ ഗ്രാഫ് ശ്രദ്ധിക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ x0ഉം ഇത് y is equal to f of x0 ആണ് കേട്ടോ. അതായത് എക്സും വൈയും xy ആക്സിസിൽ x0ഉം y is equal to f of x0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഈ ഒരു പോയിന്റ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത്. ഇഫ് y is equal to f of x, if y is equal to f of x, അപ്പോൾ നമ്മുടെ ഈ കർവിലെ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന കർവ് എന്ന് പറയുന്നതാണ് ഈ y is equal to f of x. y is equal to f of x is differentiable at x equal to x0. x0 എന്ന് പറയുന്ന പോയിന്റിൽ y is equal to f of x എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. അതായത് x0 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് f of x ന്റെ.
ഇനി അങ്ങനെയാണെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഇക്വേഷൻ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പോയിന്റ് സ്ലോപ്പ് ഇക്വേഷൻ എങ്ങനെയാ വരാം? m is equal to y minus y naught by x minus x naught ചെയ്താറില്ലേ? അതിന് പകരം y minus y naught is equal to m into x minus x naught. അതായത് ഈ y naught ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുക്കുന്ന പോയിന്റ് y naught ഇവിടെ എന്താ f of x naught ആണ് അല്ലെ? അതുകൊണ്ട് y minus f of x naught എന്ന് എഴുതി കൂടെ is equal to m എന്ന് പറയുന്നത് ശരിക്കും എന്താ dy by dx നമ്മൾ പറയാറില്ലേ? അത് f dash of x naught ആണ്, അതായത് സ്ലോപ്പ് ആണ്. അപ്പോൾ f dash of x naught into x minus x naught എന്ന് എഴുതാം. ഇനി y is equal to ഈ f of x naught നെ RHS ലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ y എന്തായി? y is equal to f of x naught minus f of x naught എന്നുള്ളത് RHS ൽ കൊണ്ടുപോകുമ്പോൾ plus f of x naught ആവും. അപ്പോൾ f of x naught plus f dash of x naught into x minus x naught. ഇതെന്ന് പറയുന്നത് എന്താ? ശരിക്കും ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ്. ഇവിടെ ഇപ്പോൾ ഒരു ടാൻജന്റ് വരച്ചിട്ടില്ലേ ത്രൂ ദാറ്റ് പോയിന്റ് ടു ദ കർവ് അല്ലെ? അപ്പോൾ x naught ലൂടെ പാസ് ചെയ്യുന്നത് ആ കർവിനെ മീറ്റ് ചെയ്ത് x naught ലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ്. അപ്പോൾ അതിന്റെ ഈ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, y is equal to f of x naught plus f dash of x naught into x minus x naught. ഇനി the tangent to the curve y is equal to f of x at x equal to x naught is the line. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ടാൻജന്റ് ലൈൻ ഇക്വേഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? L of x is equal to f of x naught plus f dash of x naught into x minus x naught. ഇത് പഠിച്ചിരിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ ടാൻജന്റ് ആ പോയിന്റിലൂടെ പോകുന്ന ടാൻജന്റിൽ ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ലീനിയർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് നോട്ട് ആ പർട്ടിക്കുലർ ഫംഗ്ഷനിലേക്ക് നമുക്ക് അപ്രോക്സിമേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ഇഫ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് then it can be very closely approximated by a linear function near that point. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തല്ലോ എക്സ് നോട്ടും പിന്നെ എഫ് ഓഫ് എക്സ് നോട്ടും, അതായത് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ്. ആ പോയിന്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ ഒക്കെ അത് ഡിഫറൻഷ്യബിൾ ആണെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്ലോസ്ലി അപ്രോക്സിമേറ്റഡ് ബൈ എ ലീനിയർ ഫംഗ്ഷൻ നിയർ ടു ദാറ്റ് പോയിന്റ്. ആ പോയിന്റിന് അടുത്തുള്ള ഒരു ലീനിയർ ഫംഗ്ഷനിലേക്ക് നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് വൈ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ, അതായത് ഇതാണ് ഇക്വേഷൻ വരിക. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എക്സ് നോട്ട് വൈ നോട്ടും എക്സ് വൈയും. ഇപ്പൊ എക്സ് വൈ എന്ന് പറയുന്നത് നമ്മളൊരു ജനറൽ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മൾ ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിലൂടെയാണ് ആ ടാൻജന്റ് പാസ് ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്, അതായത് എക്സ് നോട്ട് വൈ നോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റും എക്സ് വൈ എന്ന് പറഞ്ഞ ജനറൽ പോയിന്റും, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ ഈ എൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഇതിലേക്ക് ഈ ഒരു ലീനിയർ ഫംഗ്ഷനിലേക്ക് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. ഈ ഫോർമുല യൂസ് ചെയ്ത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സെഡ് അറ്റ് ദ പോയിന്റ് പി ഓഫ് 1, 2, 3. കമ്പ്യൂട്ട് ദ എറർ ഇൻ അപ്രോക്സിമേഷൻ. എറർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. by L at the point Q 1.001, 2.002, 3.003. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ. എൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ഏത് ഫംഗ്ഷൻ അവിടെ കൺസിഡർ ചെയ്യണം? എക്സ് വൈ സെഡ്. ഓക്കെ, അതിന്റെ എൽ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പോയിന്റും തന്നിട്ടുണ്ട്, എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ടും തന്നിട്ടുണ്ട്, 1, 2, 3. എററും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എൽ ഓഫ് എക്സ് വൈ സെഡ് ബേസിക് ഫോർമുല ഇപ്പോൾ പഠിച്ചില്ലേ അത് എഴുതാം. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്, ആദ്യം ആ ബേസിക് ഫംഗ്ഷൻ എഫ് അതിൽ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ അതാണ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട്. ഇതാണ് നമ്മുടെ ബേസിക് ഫോർമുല. ഇതിലിപ്പോൾ ജസ്റ്റ് സെഡ് എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലെങ്കിൽ സെഡ് കൺസിഡർ ചെയ്യേണ്ട, എക്സും വൈയും ടേംസ് മാത്രം മതി. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ 1, 2, 3 ഇല്ലേ, ഇതാണ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. ഈ പോയിന്റിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എല്ലായിടത്തും 1, 2, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ പ്രീവിയസ് ഇക്വേഷനിൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? എഫ് ഓഫ് 1, 2, 3 പ്ലസ് എഫ് എക്സ് ഓഫ് 1, 2, 3 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ടിന് പകരം 1
plus fy of 1 2 3 into y minus y naught ന് പകരം 2. അതേപോലെ fz of 1 2 3 into z minus 3. ഇനി f of x y z ഇതിലത്തെ ഫസ്റ്റ് ടേം ആട്ടോ കൺസിഡർ ചെയ്യുന്നത്. അതായത് എക്സ് വൈ സെഡില് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1 2 3 അല്ലേ? അപ്പൊ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 6. അതുപോലെ സെക്കൻഡ് ടേം എഫ് എക്സ് ഓഫ് 1 2 3 കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? ഈ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡോ എഫ് ബൈ ഡോ എക്സ് ആണ് അല്ലെ? അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സെഡ് എന്താ വരിക? എക്സ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വൈ സെഡ് കോൺസ്റ്റന്റ് അല്ലേ? വൈ സെഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ? 1. അപ്പൊ വൈ സെഡ് വരും. ഇനി എഫ് എക്സ് ഓഫ് 1 2 3 അപ്പൊ എന്താ വരിക? ഇവിടെ വൈ ഇൻറ്റു സെഡില് 2 ഇൻറ്റു 3 കൊടുത്തു കഴിഞ്ഞാൽ 6 കിട്ടും. എഫ് എക്സ് ഓഫ് 1 2 3 എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് 1 2 3 അല്ലേ? സോ വൈ ഇൻറ്റു സെഡ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 6 കിട്ടി. ഇനി അതേപോലെ എഫ് വൈ ഓഫ് നമുക്ക് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എന്താ? എക്സ് ഇൻറ്റു സെഡ് ആണ് വാല്യൂ കിട്ടുക. അതിൽ അഗെയിൻ 1 2 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 1 ഇൻറ്റു 3 ഇപ്പൊ വൈ ഇല്ലല്ലോ, അപ്പൊ 1 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 3 ആണ് വാല്യൂ വരിക. ഇനി എഫ് സെഡ് ഓഫ് എക്സ് വൈ സെഡ് അതേപോലെ തന്നെ എക്സ് വൈ കിട്ടും. എഫ് സെഡ് ഓഫ് 1 2 3 എന്താ? 1 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 2. സോ ഈ വാല്യൂസ് എല്ലാം കിട്ടി. ഇതിനി നമ്മുടെ ഫൈനൽ ഫോർമുല എൽ ഓഫ് എക്സ് വൈ സെഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 6 പ്ലസ് 6 ഇൻറ്റു എക്സ് മൈനസ് എക്സും വൈയും സെഡും അങ്ങനെ തന്നെ എഴുതുക. 6 ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു വൈ മൈനസ് 2 പ്ലസ് 2 ഇൻറ്റു സെഡ് മൈനസ് 3. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു പോയിന്റ് ഇല്ലേ ക്യൂ, അതിൽ ഇതേപോലെ നമുക്ക് ഈ പോയിന്റ്സ് തന്നിട്ടുണ്ടല്ലേ, ഈ പോയിന്റ്സിൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എറർ. സോ എൽ ഓഫ് 1.001 2.002 3.003 ഇതില് നമുക്ക് ഈ എക്സും വൈയും സെഡും ഈ പറഞ്ഞ പോയിന്റ് ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് x equal to 1.001, y is equal to 2.002 and z equal to 3.003. ഇത് തൊട്ട് പ്രീവിയസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? 6.018. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഇനി നമുക്ക് ആക്ച്വൽ വാല്യൂ പറയുന്നത് എന്താ? എഫ് തന്നിരിക്കുന്ന അതേ ഫംഗ്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ലീനിയർ ഫംഗ്ഷനെ അപ്രോക്സിമേഷൻ, അതായത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ വഴി കണ്ടുപിടിക്കുന്ന ഒരു അപ്രോക്സിമേറ്റഡ് വാല്യൂ ആണ് എൽ എന്ന് പറയുന്നത്. ഒരു ലീനിയർ ഫംഗ്ഷനിലേക്ക് നമ്മുടെ എഫിനെ അപ്രോക്സിമേറ്റ് ചെയ്യണം, അതാണ് എൽ. അതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും അല്ലെ? ഇനി ആക്ച്വൽ വാല്യൂ പറയുന്നത് എന്താ? എഫ് ആയിരിക്കും. ആ എഫ് എന്ന് പറയുന്നത് എന്താ? എക്സ് വൈ സെഡ് അല്ലേ നമുക്ക് തന്നിരിക്കുന്ന ആ എക്സ് വൈ സെഡില് ഇതേപോലെ ഈ സെയിം ക്യൂ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ക്യൂ എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് തന്നിട്ടില്ലേ, അതിലത്തെ ക്യൂ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് 1.001 ഇൻറ്റു 2.002 ഇൻറ്റു 3.003. ഓക്കെ, അപ്പൊ കിട്ടുന്ന വാല്യൂ എന്താ? അത് ശരിക്കുള്ള ആക്ച്വൽ വാല്യൂ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് വൈ സെഡ് ഇല്ലേ, അതില് ഈ പറഞ്ഞ ക്യൂവിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സും വൈയും സെഡും. അപ്പൊ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് ആ ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു വാല്യൂ കിട്ടും. അതാണ് ആക്ച്വൽ വാല്യൂ. ഇനി ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ വഴി നമ്മളൊരു ലീനിയർ ഫംഗ്ഷനിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യണം. അതായത് എൽ ഓഫ് എക്സ് വൈ സെഡ് അല്ലെ, അത് ശരിക്കും അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പൊ ആ എൽ ഓഫ് എക്സ് വൈ സെഡ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അതില് ഈ പറഞ്ഞ ക്യൂ പോയിന്റ്, അതായത് എക്സും വൈയും സെഡും കറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ നമുക്ക് എറർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആക്ച്വൽ വാല്യൂ മൈനസ് അപ്രോക്സിമേറ്റ് വാല്യൂ, ഇത് രണ്ടും നമുക്ക് കിട്ടിയിട്ട് അല്ലെ. ആക്ച്വൽ വാല്യൂ ഇപ്പൊ കിട്ടിയ എഫ് ഓഫ് എക്സ് വൈ സെഡ് അതിൽ ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ, ആൻഡ് മൈനസ് അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എൽ ഓഫ് എക്സ് വൈ സെഡ് കണ്ടുപിടിച്ചില്ലേ, അതിൽ ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ അത് ആ ഒരു ഡിഫറൻസ് ആണ് നമുക്കിപ്പോ എറർ ആയിട്ട് കിട്ടുക. Next question, a function f of xy is equal to x square plus y square is differentiable at the point P of xy. If L of xy is equal to 2x plus 4y minus 5, be the local linear approximation to f at P, determine P. ഇത് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു അല്ലെ. അതായത് സാധാരണ P എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ട് നമ്മുടെ അടുത്ത് ലീനിയർ അപ്രോക്സിമേഷൻ ചെയ്തിട്ട് നമുക്ക് ഫംഗ്ഷൻ എൽ കണ്ടുപിടിക്കാൻ പറയാറുണ്ട് അല്ലെ. ഇവിടെ ഇപ്പൊ തന്നിരിക്കുന്നത് P എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല, എത്രയും വാല്യൂ തന്നിട്ടില്ല. പകരം നമുക്ക് എൽ ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, സെഡ് ഇല്ല, സോ എക്സും വൈയും മാത്രമേ ഉള്ളൂ. എൽ ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, പിന്നെ എഫ് ഓഫ് എക്സ് വൈയും തന്നിട്ടുണ്ട്. നമുക്ക് P ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യം തന്നെ എൽ ഓഫ് എക്സ് വൈ തന്നത് എഴുതാം, 2x plus 4y minus 5. ഈ എൽ ഓഫ് എക്സ് വൈയുടെ ബേസിക് ഫോർമുല നമുക്കറിയാമോ? അതായത് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് നമുക്കറിയാം, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ്, പ്ലസ് എഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. ഓക്കെ, ഈ മൂന്ന് ടേംസ് അല്ലേ എൽ ഓഫ് എക്സ് വൈയിലുള്ളത്? ലീനിയർ അപ്രോക്സിമേഷൻ ഫംഗ്ഷനിൽ മൂന്ന് ടേംസ് ഉണ്ട്. ഒന്ന് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, ആ എക്സ് നോട്ട് വൈ നോട്ട് നമുക്ക് അറിയില്ല, അതാണ് P എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇനി ബാക്കി
എഫ് എക്സ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് പിന്നെ പ്ലസ് എഫ് വൈ ഓഫ് വൈ മൈനസ് വൈ നോട്ട്. ഓക്കെ, അതിൽ ഓരോ ടേംസ് ഇപ്പൊ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് എന്താ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന് എക്സ് നോട്ടും വൈക്ക് വൈ നോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം നമുക്ക് എക്സ് നോട്ടും വൈ നോട്ടും എന്താണെന്ന് അറിയില്ല. അപ്പൊ എക്സ് നോട്ടും വൈ നോട്ടും അങ്ങനെ തന്നെ എഴുതാം. അതായത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ തന്നിട്ടുണ്ട്. പക്ഷെ എൽ ഓഫ് എക്സ് വൈയിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ പറയുന്നത് എന്താ, 2x പ്ലസ് 4y മൈനസ് 5 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആ കിട്ടിയ എൽ ഓഫ് എക്സ് വൈയില് എക്സ് നോട്ടും വൈ നോട്ടും കൊടുക്കുക. അതായത് 2 into x naught plus 4 into y naught minus 5. ക്ലിയർ ആയല്ലോ? അതാണ് ഇപ്പൊ നമ്മൾ ഇത് കമ്പയർ ചെയ്യണം. അപ്പൊ ജനറൽ ഫോർമുല വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതാണ്. അപ്പൊ നമുക്കിപ്പോ 3 ടേംസ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് എൽ ഓഫ് എക്സ് വൈയില് 2x plus 4y minus 5ല് എക്സിന് പകരം എക്സ് നോട്ട് വൈക്ക് പകരം വൈ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 2x naught plus 4y naught minus 5. ഇനി ബാക്കി ടേംസ് എന്ന് പറയുന്നത് എന്താ, ബാക്കി ടേംസ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോ എഫ് എക്സ്, അതായത് 2 into എഫ് എക്സ് പറയുമ്പോൾ എന്ത് വരും, ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ ഇതാണ്, ഈ എഫ് അല്ല. ഓക്കെ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ അപ്രോക്സിമേറ്റഡ് ഫംഗ്ഷനിലെ ഫംഗ്ഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ നോർമലി തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ, നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, ഇതാണ് ആക്ച്വൽ ഫംഗ്ഷൻ. പക്ഷെ നമ്മൾ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ വഴി കണ്ടുപിടിച്ച ഒരു ഫംഗ്ഷൻ ഇല്ലേ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അപ്രോക്സിമേറ്റ്ലി ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് 2x plus 4y minus 5. അപ്പൊ ഇതാണ് നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന എൽ ഓഫ് എക്സ് വൈയിലെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ഈ ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടുത്തെ ഇക്വേഷൻസ് എഴുതുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കറിയാം ഇപ്പോ ഇവിടെ ആദ്യം എൽ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. നേരത്തെ ഞാൻ എഫിന്റെ ടേംസിലാണ് പറഞ്ഞത്, കൺഫ്യൂസ്ഡ് ആവണ്ട. ഇവിടെ ഇപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എൽ അല്ലേ, അപ്പൊ എല്ലിന്റെ കേസിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതായത് എൽ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതിയ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാം. അപ്പൊ എൽ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എൽ എക്സ് ഇൻറ്റു ഇതേപോലെ എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എൽ വൈ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. ഇതാകുമ്പോൾ കൺഫ്യൂസ്ഡ് ആവില്ലല്ലോ. അപ്പൊ ഇവിടെ എൽ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം എൽ ഓഫ് എക്സ് വൈയില് എക്സിന് എക്സ് നോട്ടും വൈക്ക് വൈ നോട്ടും കൊടുത്താൽ കിട്ടുന്നത് എന്താ, 2x naught plus 4y naught minus 5. അപ്പൊ ഒരു ഫസ്റ്റ് ടേം കിട്ടി. ഇനി സെക്കൻഡ് ടേം എൽ എക്സ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട്, അതായത് എൽ എക്സ് എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ ടേം വരിക, ഡെറിവേറ്റീവ്, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് 2x plus 4y minus 5 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ ഇവിടെ 2xന്റെ മാത്രം കണ്ടുപിടിച്ചാൽ വരെ, ബാക്കിയെല്ലാം 0. 2xന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ 2. അപ്പൊ 2 ഇൻറ്റു ഇനി എക്സ് മൈനസ് എക്സ് നോട്ട് അങ്ങനെ തന്നെ എഴുതി. അതേപോലെ നമുക്ക് 4 ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്, അതായത് 4yയുടെ എഫ് എൽ വൈ, അപ്പോൾ 4 മാത്രം വരും ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. ഇങ്ങനെയാണ് ടേംസ് കിട്ടുന്നത്. ഇനി ഇത് നമ്മുടെ ബേസിക് ഫോർമുലയില്ലേ എഫ് എക്സിന്റെ ഇൻ ടേംസ് ഓഫ് അത് എഴുതുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എഫ് എക്സിന്റെ ടേംസിൽ എഫ് എക്സ് എഫ് വൈ എഫിന്റെ ടേംസിൽ ജനറൽ ഫോർമുല എഴുതുക. എന്നിട്ട് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ടും കമ്പയർ ചെയ്ത വാല്യൂസ് എന്താ കിട്ടുക, രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസ് ഈക്വൽ ടു 2 കിട്ടില്ലേ. അതായത് നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനറൽ ഫോം വെച്ചിട്ട് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഫോമിൽ എഴുതിയത്, എക്സ്പ്രസ് ചെയ്തത് ഈ തന്നിരിക്കുന്ന എൽ ഓഫ് എക്സ് വൈ. ക്ലിയർ ആയോ? അല്ലാതെ പി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, നമുക്ക് 2 കിട്ടി. കാരണം എക്സ് മൈനസ് എക്സ് നോട്ടും എക്സ് ഈ രണ്ടിന്റെയും, അതായത് രണ്ട് ഇക്വേഷൻസും ഇതില് ഈ രണ്ട് എക്സ്പ്രഷൻസ് നോക്കുമ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് കോഎഫിഷ്യൻസ് എന്താ, ഒന്നിൽ 2ഉം ഒന്നിൽ എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ്. സോ അത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലെ. അതേപോലെ 4 is equal to എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഇനി ബാക്കി 2x naught plus 4y naught minus 5 എന്ന് പറയുന്നത് ഇതേപോലെ എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ്. ഈ മൂന്നെണ്ണം കിട്ടിയല്ലോ കമ്പയർ ചെയ്തിട്ട്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന വേറൊരു ഇൻഫോർമേഷൻ എന്താ, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇത് നമുക്കറിയാലോ, നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ അതിൽ നിന്ന് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, എക്സിന് എക്സ് നോട്ട് കൊടുക്കുക, വൈക്ക് വൈ നോട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ നോട്ട് സ്ക്വയർ. ക്ലിയർ ആയില്ല? ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഇതേപോലെ എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ നോട്ട് സ്ക്വയർ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. മനസ്സിലായോ? ഇനി എഫ് എക്സ് എന്തായിരിക്കും, ഇതിൽ നിന്ന് എഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം, എഫ് എക്സ് പറയുമ്പോൾ ഈ ടേം മാത്രം കൺസിഡർ ചെയ്യാം. അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് നോട്ട് സ്ക്വയർ എന്താ വിത്ത് റെസ്പെക്ട് ടു എക്സ്, 2 ഇൻറ്റു എക്സ് നോട്ട്.
ക്ലിയർ ആയല്ലോ. ഈ എഫ് ഓഫ് എക്സ് നോട്ട് വൺ, ഈ എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമുക്ക് കിട്ടിയത് 2x0 ആണ്. ഇതിപ്പോ ഓൾറെഡി നമ്മൾ പ്രീവിയസ് എല്ലായിട്ട് കമ്പയർ ചെയ്തപ്പോൾ 2 എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ചെയ്തപ്പോൾ നമുക്ക് 2x0 കിട്ടി. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്തപ്പോൾ 2 ആണെന്ന് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മീനിങ് ഇത് രണ്ടും ഈക്വൽ ആണെന്നല്ലേ. അപ്പൊ 2x0 = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? x0 = 1 നമുക്ക് കിട്ടി. 2 ഉം ക്യാൻസൽ ആയി. അപ്പൊ x0 = 1 കിട്ടി. ഇതേപോലെ ഇവിടെ എഫ് വൈ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എഫ് വൈ എങ്ങനെ കണ്ടുപിടിക്കാം? 2 × y0, കാരണം എക്സിന്റെ ടേം ക്യാൻസൽ ആയിക്കും. 2 × y0 കിട്ടി. ഇത് ഓൾറെഡി 4 ആണ് നമ്മൾ നേരത്തെ കമ്പയർ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 2y0 = 4 എന്ന് എഴുതാൻ പറ്റും അല്ലെ. രണ്ടിന്റെ LHS സെയിം അല്ലേ. എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇപ്പൊ നമുക്ക് കിട്ടിയത് 2y0 ആണ്. പ്രീവിയസ് ആയി കമ്പാരിസണിൽ നമുക്ക് 4 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ മീനിങ് 2y0 = 4. ഈ 2 ഉം 4 ഉം ക്യാൻസൽ ചെയ്ത് അവിടെ 2 കിട്ടും. സോ y0ന്റെ വാല്യൂ എന്താ? 2. അപ്പൊ നമുക്ക് പോയിന്റ് കിട്ടിയില്ലേ? x0 1 കിട്ടി, y0 2 കിട്ടി. സോ പോയിന്റ് P എന്ന് പറയുന്നത് എന്താ? 1 2. ഓക്കെ, ബാക്കി ടോപ്പിക്സും പ്രോബ്ലംസും നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.